ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഫിലിപ്പീൻസിൻ്റെ ഒരു കറിയാണ്. ഈ കേരളത്തിലുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണിത്. അത് ചോറിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഒരു സവാള, 3 പച്ചമുളക്, ഒരു പാവയ്ക്ക, ഇത്രേ ഉള്ളൂ ഇതിന്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇടണം. സവാള ഇട്ട് വഴറ്റി കഴിയുമ്പോൾ പച്ചമുളക് ഇട്ട് അതും വഴറ്റണം. ഞാൻ വഴറ്റി കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണേ. നമുക്ക് പെട്ടെന്ന് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അവിടെ എല്ലാവരും തന്നെ ഈ പല കൺട്രികളിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, ആണായിട്ടും പെണ്ണായിട്ടും എല്ലാവരും ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. അപ്പോൾ ഒരേ ദിവസം ഓരോരുത്തരുടെ ഡിഷാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനുണ്ടാക്കും. മലയാളികളുടെ കറികൾ ഞാനുണ്ടാക്കുമ്പോൾ അതും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ ശ്രീലങ്കക്കാരുണ്ട്, ആന്ധ്രാക്കാരുണ്ട്, ഹൈദരാബാദി ഉണ്ട്, പിന്നെ ഫിലിപ്പീനുണ്ട്, ആഫ്രിക്ക, നൈജീരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരാണ് കൂടുതൽ. പാകിസ്ഥാനികളൊക്കെ കുറവാണ്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ അങ്ങ് വരാറില്ല, ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ബംഗാളികളുണ്ട്, ബംഗാളികൾ ആണുങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും ഭക്ഷണം അവർ രുചിച്ച് നോക്കും. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. നമ്മുടെ കൂടെ കൂടി എല്ലാവരും ഒരേ ഡിഷ് ഉണ്ടാക്കി നമ്മളെല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ സാമ്പാർ, അവിയൽ, തോരൻ ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഫിലിപ്പീനുകൾ കഴിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിലിപ്പീൻ ഭക്ഷണം ഒരു വെറൈറ്റി ഭക്ഷണമാണ്. അത് നമ്മളെ കൊണ്ട് തിന്നാനേ സാധിക്കില്ല. കേരളത്തിലുള്ളവർക്ക് തിന്നാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ ഫിലിപ്പീൻസിൻ്റെ. കാരണം ഒരു പ്രത്യേക മോഡലിലേക്ക് അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് ഉപയോഗിച്ചു. അവരുപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈസ് ഗരം മസാലയുണ്ട് അവിടെ. ശ്രീലങ്കി ഗരം മസാല എന്ന് പറയത്തില്ല, ശ്രീലങ്കക്കാരുടെ ഒരു മസാലയാണ്. അതാണ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത്. അറബികളാണെങ്കിലും ആ മസാലയാണ് അധികവും കൂറും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത്. അപ്പം മലയാളികളുടെ മസാലകൾ മലയാളി, അങ്ങനെ തമിഴർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. തമിഴരും ഈ ശ്രീലങ്കക്കാരുടെ ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത് ഈ മസാലകൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഫിലിപ്പീൻസ് ഈ ഗരം മസാല, അതിനും ഗരം മസാല എന്ന് തന്നെയാണ് പറയുന്നത്. അതിട്ട് ഇതിനകത്തേക്ക് ഇട്ടാണ് അതുണ്ടാക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം വഴറ്റി ഉണ്ടാക്കുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡാൽഡ, അല്ലെങ്കിൽ പാം ഓയിൽ, അല്ലെങ്കിൽ കുവൈറ്റി ഓയിലുണ്ട്, അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഉള്ള എന്തിൻ്റെ ആണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പനയിൽ നിന്നുണ്ടാക്കുന്നതെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. ആ മാമയൊക്കെ പറയുന്നത്, ഞങ്ങളെ മദാം പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു എണ്ണപ്പനയുണ്ട് അതിനകത്തുനിന്ന് ഉണ്ടാക്കണമെന്നൊക്കെ പറയാം. അതും എന്തും ആയിക്കോട്ടെ, അതിൽ നിന്നാണ് അവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളുണ്ടാക്കുന്നത് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇച്ചിരി മുളകൊക്കെ വേണം. മറ്റേ അവർ ചേർക്കുന്ന കാപ്സിക്ക അല്ലെങ്കിൽ ഗരം മസാല കാപ്സിക്ക ചേർത്ത് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ഇല്ലാതെ വരുവാണെങ്കിൽ പോലും നമ്മൾ ഭയക്കണ്ട. തേങ്ങയ്ക്ക് ഇത്രയും റേറ്റ് കൂടിയിരിക്കുമല്ലോ, അപ്പോൾ പാവയ്ക്കകത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ എണ്ണ കൂടുതലാണല്ലോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുട്ട. അപ്പോൾ എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ തേങ്ങയില്ലാന്ന് ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തേരെ. എനിക്കിത് ഇഷ്ടമാണ്. കാരണം ഒരുമാതിരി സ്വാദിഷ്ടമായ ഭക്ഷണത്തിനോടാണ് എനിക്ക് താല്പര്യം. അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊള്ളില്ലെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്തു. പാവയ്ക്കയുടെ കയ്പും പോവും. പാവയ്ക്കയുടെ കയ്പ് ടേസ്റ്റ് നമുക്ക് അറിയുകയില്ല. അങ്ങനെ ഉണ്ടാക്കുന്നൊരു വെറൈറ്റി ഫുഡെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ.
പക്ഷെ ഫിലിപ്പീൻ്റെ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരിപ്പോൾ എല്ലാ കറികളും തിന്നും കേട്ടോ. ഈ പിന്നെ അവിടെ ഇറച്ചി ഇട്ട് ഇതം ഉണ്ടാക്കും, സുർഫ ഉണ്ടാക്കും, അങ്ങനെ കുറേ ഭക്ഷണ രീതികളുണ്ട് അവർക്ക്. പിന്നെ ഈ ഡോഗിനെ ഇട്ട് അവർ വേവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാറുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണാറുമുണ്ട്. ഞങ്ങളുടെ പിന്നെ കൂടെ താമസിക്കുന്ന ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ഡോഗിൻ്റെ ഇറച്ചി തിന്നുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടൊന്നും ഉണ്ടാക്കി തിന്നൊന്നുമില്ല, പക്ഷേ അവർ കഴിക്കുന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറയാറുണ്ട്. പക്ഷെ അവരുടെ ഭക്ഷണമാട്ടോ ഇത്, ഫിലിപ്പീൻ ഫുഡാണിത്. വളരെ രുചികരമായ ഒരു ഫുഡ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് പാവയ്ക്ക, സവാള, പച്ചമുളക്. അവരുണ്ടാക്കുന്നത് പാവയ്ക്ക സവാള വഴറ്റി അതിനകത്തേക്ക് കാപ്സിക്ക ഇട്ട് ശകലം ഗരം മസാല ഇട്ടാണ് അവരുണ്ടാക്കുന്നത്. ചുമ വരുന്നുണ്ടോ? പച്ചമുളക് ഇട്ടേക്കാം. ഇച്ചിരി മൂടി വെച്ചാലോ വെച്ചാൽ വീഡിയോ ഓപ്പണാക്ക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി മുട്ടയാട്ടോ ഒഴിക്കുന്നേ. ഒരു പാവയ്ക്ക് ഞാൻ എടുത്തേക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ ഇത് തേങ്ങ വേണ്ട നമുക്ക്. ഇത് പിന്നെ കയ്പുണ്ടാവില്ല. മുട്ട ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഫിലിപ്പീനുകളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണിത്. അതായത് കറി നല്ല ഇതാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. കേരളത്തിലെ ഏത് കൺട്രികളിലെ ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ കാണിക്കുന്ന ഈ ആഫ്രിക്കക്കാരാണ്. അവർ നമ്മുടെ രീതിയിലാണ് കേട്ടോ, കേരളത്തിലെ ആൾക്കാരുടെ രീതിയാണ് ആഫ്രിക്കക്കാരെ ഉണ്ടാക്കുന്നത്. ആഫ്രിക്ക, ശ്രീലങ്ക ഏകദേശം കേരള ഫുഡ് തന്നെയാണ് അവരും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഫിലിപ്പീൻസിന് മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റിയാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്ക്, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാം. ഇനി പാവയ്ക്ക തിന്നില്ല എന്ന് പറയുന്ന പിള്ളേർക്ക് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നാളെ ഞാനൊരു ശ്രീലങ്കക്കാരുടെ തക്കാളി ചോറിലേക്ക് വരാം. അതാട്ടോ ഇനി നാളത്തെ എൻ്റെ വീഡിയോ. ശ്രീലങ്കൻ തക്കാളി ചോറ് അതൊരു വെറൈറ്റി ഡിഷാണ് താനും. റൈസ് നല്ല സൂപ്പർ റൈസാട്ടോ. നമുക്ക് ശരിക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പാകത്തിനുള്ളൊരു ഡിഷാണ് നാളെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും നമുക്ക് ചോറിൻ്റെ കൂടെ. ഇനിയിപ്പോൾ തേങ്ങയില്ലല്ലോ, കേരളത്തിലെ മനുഷ്യർക്ക് തേങ്ങ കുറവല്ലേ, തേങ്ങ വേണമല്ലോ, അധികം ജാസ്തി തേങ്ങ വേണം. അപ്പോൾ അതിന് ആരും പേടിക്കണ്ട. മുട്ടയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറി എളുപ്പത്തിൽ തയ്യാറാക്കി പിള്ളേർക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും. ഇവിടെ അതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ വേണമെന്നില്ല. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ. കുറേ നേരം ഇല്ല ചിക്കി കുറേ നേരം ഈ ചീഞ്ചട്ടി വരും. സ്റ്റീലിൻ്റെ ചീഞ്ചട്ടി ആയിപ്പോയി. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചീഞ്ചട്ടിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇൻഡാലിയത്തിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒന്നും ചട്ടിയിലുണ്ടാക്കുന്ന മാതിരിയുള്ള ഒരു ഇത് ഉണ്ടാവില്ല ഇതിനകത്ത്. കുറേ നേരം ഇങ്ങനെ ഇളക്കി അതിൻ്റെ ശരിയും ചിക്കി കുറേ നേരം വെച്ചുകൊണ്ടിരിക്കണം. ഈ മുട്ടയായതുകൊണ്ടേ അത്രേ ഉള്ളൂ. കുറേ നേരം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം.
ഇതാണ് എൻ്റെ ഫിലിപ്പിൻ തോരൻ. കേരള തോരൻ അല്ല, ഫിലിപ്പിൻ കറി. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം ചുറ്റി കാണിച്ചു കൊടുക്കല്ലോ. ഞാനാണ് ഈ കറി ഉണ്ടാക്കുന്നത്, ഞാനാണ് ഇതിൻ്റെ ആള്. ഇനി നാളെ ശ്രീലങ്കൻ തക്കാളിച്ചോറുമായിട്ട് വരാം. ഓക്കെ, എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നാളെ കാണാം.